സസ്പെൻസ് ഒക്കെ നിറഞ്ഞ ഒരു ത്രെഡുള്ള ഒരു മൂവിനെ എങ്ങനെയാണ് പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം കിട്ടിയത്? സാധാരണ ഇത്രയും നല്ലൊരു കഥയൊക്കെ വന്നു കഴിഞ്ഞാൽ അത്രയും ഒരു റിസ്ക് ആരും എടുക്കത്തില്ല. അപ്പൊ എങ്ങനെയാണ് അതിനൊരു ഇത് കിട്ടിയത്? നമ്മള് ഷോർട്ട് ഫിലിമൊക്കെ കാണുമ്പോൾ അറിയാം സാർ, അത് എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്തൊരു ത്രെഡ് അവതരിപ്പിക്കുന്നതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ ഷോർട്ട് ഫിലിം കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ഒന്ന് വിശദീകരിക്കാണോ? സംവിധായകൻ എന്നുണ്ടെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ന് മലയാള സിനിമയുടെ എന്താണ് രണ്ട് ഹീറോസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഹീറോസ് മമ്മൂട്ടി, മോഹൻലാൽ. അതിനകത്ത് പുതുമുഖങ്ങൾക്ക് വളരെ അവസരം കൊടുക്കുന്ന ഒരു നായകനാണ് മമ്മൂട്ടി. ഞാനൊരു പുതുമുഖ സംവിധായകനാണ്. അപ്പോൾ ഞാൻ പുതുമുഖങ്ങൾക്ക് എൻ്റെ അവസരം കൊടുക്കേണ്ടത്. ഞാനിതിൻ്റെ ബിസിനസ് റിസ്ക് മറന്നുപോയി. ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഉണ്ടായ സിനിമ രൂപത്തിൽ കാസ്റ്റിംഗ് ഞങ്ങൾ ഓരോരുത്തരെയും ഈ ആർട്ടിസ്റ്റുകളെല്ലാം ഞങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഞങ്ങളൊരു 7 പേരുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു. അപ്പോൾ ആ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ ആൾക്കാരിലോട്ട് ഞങ്ങൾ എത്തുകയായിരുന്നു. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾ പറയും ഇവർ പുതുമുഖങ്ങളാണ്. പുതുമുഖങ്ങളുടെ ഒരു പകർച്ചയും ഇല്ലാതെ എന്താണോ ക്യാരക്ടർ ആവശ്യപ്പെടുന്നത് അത് ചെയ്യാൻ ഇവർക്ക് എല്ലാവർക്കും സാധിച്ചു. ഒരു ചെറിയ ക്യാരക്ടർ ഉണ്ടെങ്കിൽ പോലും അവർക്ക് പോലും അത് ചെയ്യാനായിട്ട് സാധിച്ചത് എൻ്റെ മാത്രം ഒരു കമൻ്റല്ല. നമ്മൾ എഡിറ്റ് കഴിഞ്ഞ് ഡബിങ്ങിനും വീഡിയോയൊക്കെ ചെയ്യാൻ കൊടുത്ത ആൾക്കാർ പറഞ്ഞതാണ്. ഡബിങ് വേളയിൽ ബീജം 5.1 ബേസിൻ്റെ വേളയിലൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ കണ്ട വ്യക്തികളാണ് അത് പറഞ്ഞത്. ഇതിനകത്തുള്ള ഒരു ക്യാരക്ടർ അവർ കാണുമ്പോൾ പോലീസ് വേഷം ചെയ്യുന്ന ആൾക്കാർ അവരെ കണ്ടു കഴിഞ്ഞാൽ ഇവർ റിയൽ പോലീസാണോ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ആദ്യ സിനിമയാണ് ഒരു പ്രത്യേക ജോൺ തന്നെ വേണം എന്ന രീതിയിലല്ല ഇതിൻ്റെ പുറത്ത് ചർച്ച ഉണ്ടായത്. ഞങ്ങൾ ഫേസ്ബുക്കിലുള്ള ജോലിയുടെ 7 കഥ പറയും. അപ്പോൾ അതിനകത്ത് പല സ്റ്റോറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ പുതുമുഖങ്ങളെ വെച്ച് ചെയ്യണമെന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നുകൊണ്ട് അതിന് പറ്റിയ ഒരു ത്രെഡ് ഞങ്ങൾ ആദ്യം സെലക്ട് ചെയ്തു. പിന്നെ നമുക്ക് തിയേറ്ററുകളിൽ OTTയിലും ഇത് ചെയ്യണം, പ്രേക്ഷകരെ പിടിച്ചിരിക്കണം എന്നുള്ളത് കൊണ്ട് ഇന്ന് മലയാളം മൂവിയുടെ ട്രെൻഡ് അനുസരിച്ചുള്ള ത്രില്ലറാണ് നമ്മൾ അതിൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് മോഡ് എടുത്തത്. സസ്പെൻസ് നിലനിർത്തി പോകുമ്പോൾ അടുത്തെന്താണെന്ന് അറിയാനായിട്ട് പ്രേക്ഷകർ എപ്പോഴും ഇരിക്കും. അത് തിയേറ്ററിലായാലും TV-യിലായാലും. അപ്പോൾ ഈവൻ വീട്ടിലിരുന്ന് കാണുന്ന പ്രേക്ഷകരായാലും അത് അവർ മൊബൈൽ എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. ആ രീതിയിൽ അവരെ ഇരുത്തണമെന്നത് ആഗ്രഹവും മനസ്സിനകത്ത് ഉണ്ടായിരുന്നു. ഇതിൻ്റെ 5.1 മിക്സിങ്ങും വീഡിയോ ഒക്കെ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ തിയേറ്ററിൽ ഇരുന്ന് തന്നെ ഈ സിനിമ കാണാം. പൂർണ്ണമായിട്ട് പുതുമുഖം മതി എന്ന് അതിൽ തന്നെ തീരുമാനിച്ചു ഉറച്ചതാണ്. പുതുമുഖങ്ങൾ മതി എന്നുള്ളത് ആദ്യമേ ഉള്ള പ്രശ്നമാണ്. ഒരു ക്യാരക്ടർ ഇതിനകത്തൊരു ക്യാരക്ടർ ഒരു പുതുമുഖത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ആദ്യത്തെ 2 സീൻ ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് കണ്ടിന്യൂ ചെയ്യിപ്പിച്ചു, നന്നായിട്ട് ചെയ്തു. പക്ഷെ ഇമോഷണലി ഔട്ട് ബ്രേക്ക് വരുന്ന ഒരു എണ്ണം വന്നപ്പോഴേക്കും അദ്ദേഹത്തെ കൊണ്ട് ബാലൻസ് ചെയ്യാൻ. പക്ഷെ സൗഹൃദത്തിൻ്റെ കൂട്ടായ്മകളുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം ബില്ലിങ്ങായി ആ ക്യാരക്ടർ മാറ്റി ഞങ്ങൾ വേറൊരു പുതുമുഖത്തിൽ തന്നെയാണ് തോന്നുന്നത്. അവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമയ്ക്ക് വേറൊരു ഹൈറ്റ്. പക്ഷേ നമ്മുടെ ഒരു കൂട്ടായ്മയിൽ പുതുമുഖങ്ങൾക്ക് തന്നെ അവസരം കൊടുക്കണം നിർബന്ധമുള്ളതുകൊണ്ട് ഒരു ക്യാരക്ടർ പറ്റായിരുന്നു. അത് മാറ്റി പുതിയ ക്യാരക്ടർ കൊടുക്കുന്നതിൽ നിന്ന് പുതുമുഖത്തിന് തന്നെയാണ് മോഹനൊരു ട്രിവാൻഡ്രത്തുള്ളൊരു കക്ഷിയാണ് ചെയ്തിട്ടുള്ളത്. മാസമാണ് ഡേറ്റ് കൺഫേം ചെയ്തിട്ട് അറിയിക്കാം. നിങ്ങളുടെ മനസ്സിനകത്തുള്ളൊരു ഡേറ്റ് ജനുവരി 14 അതിനുള്ള തീവ്രമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. പേര് കാണുമ്പോൾ തന്നെ ഒരു കുറ്റാന്വേഷണ കഥയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പം ഇതിനുവേണ്ടി എത്രമാത്രം എഫേർട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഭാഗത്ത്? കഥയും പേരൊക്കെ വളരെ വേഗത്തിലാണ് ഉണ്ടായ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 7 പേരുന്നു 7 കഥ പറയുന്നു, അതിലൊരു കഥ ഫിക്സ് ചെയ്യുന്നു. കഥ ഡെവലപ്പ് ചെയ്തതിനു ശേഷമാണ് ഞങ്ങൾ രജനി കൃഷ്ണൻ നായകൻ തോന്നിക്കുന്നത്. നായകന് കഥ ഇഷ്ടപ്പെട്ടു.
പിന്നെ സ്ക്രിപ്റ്റ് ഡെവലപ്മെന്റ് എല്ലാം വളരെ വേഗത്തിലാകണമെന്ന് നായകൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. വളരെ വേഗത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തത്. പല ബ്രെയിനുകൾ കൂടിച്ചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്ന സ്ക്രിപ്റ്റിലൂടെ പോകാൻ അധികം സമയം വേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. എല്ലാം പുതുമുഖങ്ങളാണെന്നുള്ള രീതിയിൽ സംവിധായകൻ എന്നുള്ള രീതിയിൽ ഇത് എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതുണ്ട്? എല്ലാം പുതുമുഖങ്ങളാണ്. ഇവരെയൊക്കെ അഭിനയിച്ചെടുക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് എത്രമാത്രം? ഞങ്ങളൊരു 3 days ക്യാമ്പ് വെച്ചായിരുന്നു. അഭിനേതാക്കൾക്ക് ഒരു പ്രാക്ടീസ് കിട്ടാനായിട്ട് 3 days ക്യാമ്പ് വെച്ചായിരുന്നു. അതിനകത്ത് ഞങ്ങൾ സ്ക്രിപ്റ്റിലെ രംഗങ്ങൾ തന്നെ നൽകിയാണ് അവരെ പ്രാക്ടീസ് ചെയ്യിച്ചത്. പിന്നെ പ്രഗത്ഭരായ നടനും നടിമാരും ചെയ്ത ചില രംഗങ്ങളും ഇവർക്ക് പ്രാക്ടീസ് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 3 ദിവസത്തെ ക്യാമ്പിന് ശേഷമാണ് ലൊക്കേഷനിലോട്ട് ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകുന്നത്. ക്യാമ്പിൽ വെച്ച് തന്നെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇവർ നല്ലൊരു ഔട്ട്പുട്ട് തരുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പുതുമുഖങ്ങളുടെ പകർച്ചയില്ലാത്ത ആക്ടേഴ്സാണ് ഇതിനകത്തുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ വർക്ക് ഈ പറഞ്ഞ കുറച്ച് പേര് ചേർന്നിട്ടായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത്. അക്കൂട്ടത്തിൽ എന്നെ അന്വേഷിച്ച ഒരാൾ വന്നിരുന്നു, എനിക്കൊരു വർക്ക് ഉണ്ട്, സ്റ്റോറി ഉണ്ട്. അതിനുശേഷം ഈ ടീം എന്നെ കാണാൻ വന്നു. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ കണക്ക് ഒരു ക്യാമ്പ് വെച്ചപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്തു. അതിൽ ഒരു ഡേ ക്യാമ്പിൽ എനിക്ക് പോകാൻ പറ്റുള്ളൂ, എനിക്ക് വർക്ക് ഉള്ള സമയമായതുകൊണ്ട് ക്യാമ്പിൽ പോയി. അത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ ഫിക്സ് ആണ്, നീ വന്നോളൂ, ഷൂട്ടിന്റെ ഡേറ്റ് അറിയിക്കാം എന്നാ പറഞ്ഞത്. അതായിരുന്നു എന്നെ അവരെങ്ങനെയാണ് കണ്ടത്. ഇവരെല്ലാവരെയും കൂടിയും വർക്ക് ചെയ്തപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? ഞാനും പുതുമുഖമാണല്ലോ. അപ്പോൾ ഇതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാൽ ഇത് എല്ലാവരും സപ്പോർട്ടീവായിരുന്നു. കാര്യം ഇപ്പം ഞാൻ മാത്രം ആക്ട് ചെയ്തത് കൊണ്ട് റിസൾട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കില്ല. ഇപ്പം എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ തരുന്ന റിയാക്ഷൻസിലാണ് ഞാൻ കൂടുതലായിട്ട് എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്നത്. കാര്യം ഞാനൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വിഷമമുള്ള സീൻ അഭിനയിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിരിച്ചുകൊണ്ടിരുന്നത് ചിലപ്പോൾ എനിക്ക് അത്രയും ടെൻഷൻ ആവാനേ ചാൻസ് ഉള്ളൂ. പക്ഷേ ഇവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇവരും നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ ക്യാരക്ടേഴ്സും നമുക്ക് തരുന്ന റിയാക്ഷൻസ് നല്ലതായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റി ഈ ക്രൂ ആയിട്ട്. താങ്ക് യു. ഈ സിനിമയിൽ എല്ലാവർക്കും നായികയായാലും എല്ലാവർക്കും ക്രൂ ആയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? ഇതെൻ്റെ ആദ്യത്തെ ഫിലിമാണ്. സ്റ്റാലിൻ പറഞ്ഞത് ഈ ഫിലിമിൻ്റെ കഥ കേട്ടപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് തുടങ്ങണമെന്ന് പറഞ്ഞ സത്യമാണ്. കാരണം ഇത്രയും മനോഹരമായ ഒരു സ്റ്റോറിയും ഒരു ക്യാരക്ടറും മറ്റാർക്കെങ്കിലും കൊടുത്താലോ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത് പെട്ടെന്ന് തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞത്. ഫിലിമിൽ ഉള്ള ക്യാരക്ടർ നായകൻ എന്നുള്ളതല്ല, ഇതിനകത്ത് 2 ജോണറിൽ പോകുന്ന ഒരു സംഭവമാണ്. ജോണറല്ല, 2 ക്യാരക്ടറും 2 രീതിയിലാണ് പോകുന്നത്. കൂടുതലായിട്ട് പടം കാണുന്നതിന് മനസ്സിലാവും എന്തുകൊണ്ടാണ് അവരെ പറയുന്നത്. നല്ലൊരു ക്രൂവാണ്. ക്രൂ മെമ്പേഴ്സ് എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു, എസ്പെഷ്യലി ഡയറക്ടർ. ഒരു പടം എടുത്തു കഴിഞ്ഞാൽ സിനിമ എടുത്തു കഴിഞ്ഞാൽ പോലീസ് ഓഫീസർ അപ്പം പിന്നെ അവനെ വിളിക്കാം. അപ്പൊ അങ്ങനെ ഭാവിയിൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ ചെയ്ത് തിരക്കുകൾ നന്നായി മാറണമെന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഇതില് രജൻ കൃഷ്ണ ഇൻഫൈഡ് അപ്പോൾ ഫസ്റ്റ് പടം ഇങ്ങനെ ഒരു നായകനാണെന്ന് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ധൈര്യം ഡയറക്ടറൊക്കെ എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ സിനിമ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ചിന്തയില്ല. ഷൂട്ടിംഗ് വേളയിൽ രജൻ കൃഷ്ണ എന്ന നായകന്റെ അഭിനയമാണ്. ഈ ടൈറ്റിലിന് മുമ്പ് രജൻ കൃഷ്ണ എന്ന് തന്നെ കൊടുക്കണമെന്നൊരു തീരുമാനത്തിൽ കൊടുക്കുന്നു. ഇതിൽ തന്നെ ഞങ്ങൾ രജൻ കൃഷ്ണയെ ഒരു പുതുമുഖ നായകനായിട്ടല്ല പരിചയപ്പെടുന്നത്, എമർജിംഗ് സ്റ്റാറിന് ടൈറ്റിലോടുകൂടിയാണ് പരിചയപ്പെടുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ മികവ് കൊണ്ട് തന്നെയാണ് അങ്ങനെ കാണിച്ചത്. ദൈവം അതിനെ അനുഗ്രഹിക്കുമെന്ന് വലിയ കോൺഫിഡൻസ് എനിക്ക് തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് ഉത്തരവാദിത്വം കൂടും. അതപ്പോൾ എങ്ങനെ അവസാനം വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത്? അത് അവസാനം വരെ ഇല്ല. പിന്നീട് വേറൊരു സീരിയസ് രീതിയിലോട്ട് പോവാം. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം. കഥാപാത്രത്തെ പറ്റി സാറ് പറഞ്ഞു തന്നപ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞില്ല. ഷൂട്ട് ചെയ്ത സമയത്ത്
ചെയ്ത് കാണിച്ചു, എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. ഒരു നായികയായിട്ട് വന്ന ആരും ചോദിച്ചാലും ഈ പറഞ്ഞ നായികമാരുണ്ടെങ്കിൽ സന്തോഷമായിരിക്കും. പക്ഷേ ഈ ക്യാരക്ടറിൽ പറ്റിയത് രജൻ ഭായി തന്നെയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാര്യം പുള്ളി ചെയ്താലേ അത് ഓക്കെ ആവുന്ന രീതിയിലാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. പുള്ളിയുടെ മാത്രം മനസ്സിൽ കണ്ട് ചെയ്തൊരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഇത് വേറെ ആര് ചെയ്താലും ചിലപ്പോൾ പുള്ളി ചെയ്യുന്ന ആ ഒരു മോഡൽ വരാൻ ചാൻസസ് ഇല്ല. അതാണ് അതിൻ്റെ ഒരു സക്സസ്. മോഡൽ വഴിയല്ലേ സിനിമയിലേക്ക് വന്നത്? ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട്, ഫോട്ടോഷൂട്ട്സ് ചെയ്യുന്നുണ്ട്, പിന്നെ ഞാൻ അല്ലാതെ ഇൻസ്റ്റാഗ്രാംസിലും കുറേ അതുപോലത്തെ പരിപാടി. പക്ഷെ അതല്ലാതെ മെയിൻലി എനിക്ക് ഇവരായിട്ടുള്ളൊരു കോണ്ടാക്ട് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് എനിക്ക് പരിചയമുള്ളത്. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മോഡലിംഗ് ചെയ്യുന്നുണ്ട്. അതാണ് അവസ്ഥ. കാരണം നമ്മൾ വ്യത്യസ്തരായിട്ടാണ്, വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും. വീട്ടിലെ 4 പേര് തമ്മിൽ പോലും വ്യത്യസ്തമായ അഭിപ്രായമുള്ളപ്പോൾ പല വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും. അത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നതാണ് അതിൻ്റെ ഒരു സക്സസ് മോഡൽ. അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ അല്പം ദേഷ്യം മാറ്റി വയ്ക്കുക, ഈഗോ മാറ്റി വയ്ക്കുക. എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാർ മനുഷ്യനാണെന്ന് കാണാനുള്ള മാനുഷികമായ നന്മ മനസ്സിലാക്കുന്നതാണ്. ഇതുണ്ടെങ്കിൽ ഒരു കൂട്ടായി ഉപയോഗിച്ചെടുക്കാനായിട്ട് ഇതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ബാക്ക് ബോണായിട്ട് നിന്നത് നമ്മുടെ ഹീറോയാണ് രജനി കൃഷ്ണൻ. അദ്ദേഹം കാരണം കൊണ്ട് തന്നെയാണ് ഫേസ്ബുക്ക് കൂട്ടായ്മ തകർന്നു പോകേണ്ട ഒരു അവസരത്തിലും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാവരും ഒരുമിച്ചാണ്. അടുത്ത മൂവി ഈ കൂട്ടായ്മ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയില്ല, ഫേസ്ബുക്കിലൂടെ വന്നതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിന്റെ കൂട്ടായ്മ. അതായത് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ്, ഫേസ്ബുക്കിലൂടെ വന്നതുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ഫേസ്ബുക്കിലൂടെ ഉണ്ടായ കൂട്ടുകാർ. അടുത്ത ഇതിനകത്ത് ഡയറക്ടർ ഞാനല്ല, ജ്യോതിഷ് പറയുന്ന ഞങ്ങളുടെ കൂടെ തന്നെയുള്ള പുതിയ ആളാണ്. ഞങ്ങളുടെ കൂടെ എല്ലാവർക്കും പരസ്പരം അവസരങ്ങൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഡയറക്ഷൻ ടീമിനകത്ത് ഞാനുണ്ട്, സ്ക്രിപ്റ്റ് ഡെവലപ്മെന്റ് എല്ലാം ഉണ്ടായിരുന്നു. നായകൻ ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ അവരോട് എത്തും. ടൊവിനോയും പൃഥ്വിരാജിനെയാണ് നിങ്ങൾ കാണുന്നത്. ഇവരെല്ലാവരും ഉണ്ടാവും. രജനി കൃഷ്ണയ്ക്ക് ടൊവിനോയും പൃഥ്വിരാജിനോടൊപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടർ മാറ്റി വെച്ചിട്ടുണ്ട്. അനൂപിനും ഡേയ്സിനുമുണ്ട്, നിളയുമുണ്ട്. ഞങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിരിക്കും. നിനക്ക് വേണ്ടിയിട്ടാണ് ചോദിച്ചല്ലേ അല്ലേ? നിനക്ക് അവസരമായിട്ട് അല്ല, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അങ്ങനെ ഒരു രാജ്യത്തോടെ ഉറപ്പല്ലേ? ഇപ്പൊ ഞാനല്ല UVCയിൽ ഏത് നായികയുടെ ഉറപ്പായിട്ടും പോകും. അതെനിക്ക് ആഗ്രഹം ഉണ്ടാവും. ഉറപ്പായിട്ടും ചാൻസ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അറിയില്ല, നമുക്കിപ്പം ഞാനിപ്പോ ആക്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ സത്യം പഠിച്ചു വരുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ഫിലിംസ് ഓരോന്ന് കാണുമ്പോഴും ഒരുപാട് പേരുടെ ആക്ടിങ് കാണുമ്പോഴും നമുക്ക് തോന്നും ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ഡൗട്ട് തോന്നാറുണ്ട് പലപ്പോഴും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള ആരുടെ കൂടെയാണ് നമ്മൾ കിട്ടിയത് നല്ല ക്യാരക്ടേഴ്സ് കിട്ടണം എന്നാണ് ഫസ്റ്റ്. അതാണ് എൻ്റെ ഇടിച്ച് വലുതോ ചെറുതോ എന്നുള്ളതല്ല, കിട്ടുന്ന ക്യാരക്ടർ ഉറപ്പായിട്ട് ആ കണ്ടിറങ്ങുന്ന ആൾക്കാരുടെ മനസ്സിൽ പോകരുത്. അതാണ് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ കാര്യം. ഇതിലങ്ങനെ ഉറപ്പാണ്, നിങ്ങൾ മറക്കത്തില്ല. ഞാൻ എത്തുന്നത് സ്റ്റാലിൻ സാറാണല്ലോ. എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്, സ്വന്തമായിട്ട് പരിചയമുണ്ട്. അപ്പോൾ സ്റ്റാലിൻ സാറ് മെസ്സേജിൽ ചോദിച്ചു സംഭവമുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓൾറെഡി സെലക്റ്റഡ് ആയി. അവിടെ ദുബായിൽ വന്നു. സംഭവം വളരെ പെട്ടെന്ന് സംഭവം നടന്നിരുന്നു. ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചതുകൊണ്ടൊക്കെ എനിക്ക് കുറച്ചും കൂടി, പിന്നെ ഇവിടെ എല്ലാവരും ഒരു കമ്പനി ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് നടന്മാരുടെ കൂടെയാണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ഭയങ്കര ടെൻഷനായിരുന്നു, ഊഹിച്ചറിയാം. പക്ഷെ ഇവര് വളരെ കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും
സത്യം പറയാൻ ഒരു ഭയം ഉണ്ടായിരുന്നില്ല. സാറ് പറഞ്ഞു കൂടെ ആവശ്യപ്പെടുകയാണ് ഈ മൂവി തിയേറ്ററിൽ ചെന്ന് കണ്ട് ഞങ്ങൾക്കുള്ള പുതിയ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഇവിടെ എല്ലാ സോഷ്യൽ മീഡിയയിലും